വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാനെന്ന് പറയുമ്പോൾ ലിബർട്ടി സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ പീസ് ബ്രിഡ്ജിലാണ് ഞാൻ നിൽക്കുന്നത്. സോ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. കാരണം എനിക്ക് എക്സാംസ് ആയിരുന്നു. എക്സാംസും അതുപോലെ തന്നെ ക്ലാസ്സസും ഒക്കെ ഉണ്ടായിരുന്നു. ഫൈനൽ എക്സാം ആയിരുന്നു ഈ സെമ്മിൻ്റെ. സോ ഫൈനൽ എക്സാം ആയതുകൊണ്ട് ബിസി ഷെഡ്യൂളായിരുന്നു. ആൻഡ് ആ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ടൈറ്റായിരുന്നു. ഈവൻ ഫുഡ് കഴിക്കാൻ പോലും നമുക്ക് സമയം കിട്ടാത്ത രീതിയിലുള്ള അത്രയ്ക്കും ടൈറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തത് തന്നെ. സോ അങ്ങനെ ഇപ്പോൾ വെക്കേഷൻ തുടങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. സോ ബട്ട് ഇവിടെ സണ്ണി, അതായത് ഇപ്പോൾ നമുക്ക് സമ്മർ സീസണാണ്. അതുകൊണ്ട് തന്നെ ഉച്ച സമയത്ത് അതുപോലെ രാവിലെ മുതൽ വൈകിട്ട് വരെ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ സൺ ബേണും അങ്ങനെ സൺ ബേൺ അതെല്ലാം നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവതും നമ്മൾ മാക്സിമം ഇറങ്ങാതിരിക്കാനാണ് നോക്കുന്നത്. പറ്റത്തില്ല, അത്രയ്ക്ക് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും ചൂടാണ് ഇവിടെ. സോ ഇന്ന് രാവിലെ എണീറ്റ സമയത്താണെങ്കിൽ ഫുൾ ക്ലൗഡിയാണ്. അപ്പോൾ വിചാരിച്ചു ഇന്ന് എന്തായാലും ഈവനിങ് ഒന്ന് ഔട്ടിങ്ങിന് പോവാം. അപ്പോൾ എന്തായാലും ഒരു വ്ളോഗ് എടുത്തേക്കാം, കുറച്ച് നാളായാലും. അപ്പോൾ എന്തായാലും ഒരു വ്ളോഗ് എടുത്തേക്കാം എന്ന് കരുതി. അങ്ങനെയാണ് ഇപ്പോൾ പീസ് ഓഫ് ബ്രിഡ്ജിൽ നിൽക്കുന്നത്. ഞാനിനി ഇവിടുത്തെ വ്യൂസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ കഴിയും ബാക്ക്ഗ്രൗണ്ട് വ്യൂസ്. ഈ താഴെ കാണുന്നതൊക്കെ നമുക്ക് നൈറ്റ് പാർട്ടീസൊക്കെ നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ ബോട്ടിനകത്തും വെച്ചിട്ട് നമുക്ക് പാർട്ടീസ് നടത്താൻ കഴിയും കേട്ടോ. ബർത്ത്ഡേ പാർട്ടീസ്, വെഡ്ഡിങ് സെലിബ്രേഷൻസ്, അതെല്ലാം നമുക്ക് ബോട്ടിനകത്ത് വെച്ച് നൈറ്റ് പാർട്ടീസ് നടത്താൻ കഴിയും. അപ്പുറത്തെ സൈഡിലുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ നിന്ന് എല്ലാ ടൂറിസ്റ്റുകളും എത്തുന്നുണ്ട്. ഇത് ആ എയർ ബലൂൺ പൊങ്ങുന്നുണ്ട്. അതിൽ നമുക്ക് 50 ലാറി കൊടുത്താൽ നമുക്ക് കയറാൻ പറ്റും. അങ്ങ് മുകളിൽ പോയി ഒരു സെർട്ടൈൻ ഹൈറ്റ് വരെ പോയിട്ട് അത് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് അവിടെ നിന്ന് നമുക്ക് ഓൾ ടിബിലിസി വ്യൂ നമുക്ക് കാണാൻ കഴിയും. How are you? I'm fine. How are you? What's your name? Elita. My name is Apache. Okay, nice to meet you. Yes, me too. I am the tastiest cracker in Georgia. Okay. And so you can taste me in any supermarket. Okay. So promise me that you will taste me Apache. My name is Apache. Apache. Okay, sure. Okay. Okay, bye. Bye. ഇത് നമുക്ക് ക്യാഷ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 അവർ നമുക്ക് റൈഡ് ചെയ്യാനായിട്ട് കിട്ടും. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഈവനിങ് വേണം വരാനായിട്ട്. പകൽ സമയത്ത് മാക്സിമം വരാതിരിക്കുവാണ് നല്ലത്. എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ന്യൂൺ സമയം, അതായത് 12 o'clock ആ സമയത്തൊന്നും വരരുത്. കാരണം ഫുൾ സണ്ണി ആയിരിക്കും, നമുക്ക് സൺ ബാനൊക്കെ വരും. അതുകൊണ്ട് നമുക്ക് ഈവനിങ് ഒരു 6 കഴിഞ്ഞിട്ട് മാത്രമേ ഇങ്ങോട്ടേക്കൊക്കെ വരാവൂ. അപ്പോഴത്തേക്കും മനോഹരമായിട്ടുള്ള എല്ലാ പ്ലേസും നമുക്ക് കാണാൻ സാധിക്കും. حبيبي ഇത്രയും ദൂരം അത് പോയിട്ടുണ്ട്. ഇനി അത് മുകളിലേക്ക് പോവും.
ഈ ബിൽഡിങ്ങിൻ്റെ അടുത്തായിട്ട് വെച്ചിട്ടാണ് നമ്മുടെ സിംഗം 3-ലെ സൂര്യയും ശ്രുതി ഹാസനും കൂടി ഇങ്ങനെ അഭിനയിച്ച ഒരു സോങ് ഇല്ലേ, അത് ഈ ഒരു സറൗണ്ടിങ്ങിൽ വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആ സോങ് കാണുമ്പോഴേക്കും ഈ ബിൽഡിംഗ് കാണാൻ കഴിയും കേട്ടോ. ഈ കാണുന്നതൊക്കെ സ്മോൾ കോഫി ഷോപ്സ് ആണ് കേട്ടോ. ഈ റോപ്പ് വേയിൽ കൂടെ നമ്മൾ വേറൊരു ദിവസം പോകും കേട്ടോ. ഈ മുകളിലോട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ വേറെ ദിവസം പോകും. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. മുകളിലോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് ഫോർട്ടൊക്കെ കാണാൻ കഴിയും. അതുപോലെ ഇവിടുത്തെ മദർ ഓഫ് ജോർജിയയുടെ ഒരു വലിയ ശില്പം തന്നെ അങ്ങുണ്ട്, അങ്ങ് മുകളിലായിട്ടുണ്ട്. പിന്നെ അങ്ങ് കാണുന്ന ബിൽഡിങ്സ് എല്ലാം ഹോട്ടൽസുകളാണ്. ഇപ്പോൾ ടൂറിസ്റ്റൊക്കെ വരുമ്പോൾ അവിടെയൊക്കെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഞാൻ ഇൻട്രോ എടുത്ത പീസ് ഓഫ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ അതാണ്, ആ കാണുന്ന ബ്ലൂ കളറാണ്. നമ്മളിനി ഒരു ചർച്ചിലേക്ക് പോവുകയാണ്. ആ കാണുന്ന ചർച്ചിലേക്കാണ് പോകുന്നത്. നേരം ഇരുട്ടി വരുവാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 7:30 കഴിഞ്ഞ് കാണുമെന്ന് തോന്നുന്നു. നിങ്ങൾക്കറിയാമല്ലോ, യൂറോപ്യൻ കൺട്രീസ് എല്ലാം സമ്മർ സീസൺ ആകുമ്പോഴത്തേക്കും 9:30 അത് കഴിഞ്ഞ് പോകുന്നതുണ്ട്. 10:30 ഒക്കെ പോകുന്ന രാജ്യങ്ങളുണ്ട്. ബട്ട് ഇവിടെ ഒരു 9:30 ഒക്കെ ആകുമ്പോഴാണ് ഇരുട്ടുന്നത്. നമ്മൾ താഴെ നിന്നാണ് നടന്ന് കയറി വന്നത് ചർച്ചിലോട്ട്. ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങ് താഴെ നമുക്ക് ഇവിടെ നിന്ന് പീസ് ഓഫ് ബ്രിഡ്ജ് കാണാൻ കഴിയും. ആ എയർ ബലൂൺസ് കാണാൻ കഴിയും. അങ്ങ് നമ്മൾ ഇങ്ങ് നടന്നെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പാറപ്പുറത്തായിട്ടാണ് കേട്ടോ. ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല ക്യാമറ കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ പുറത്ത് നിന്ന് എടുക്കുന്നത്. വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എവിടെ പോയാലും ഇരിക്കാനായിട്ട് ചെയർ ഉണ്ട് കേട്ടോ. അപ്പോൾ ടയേർഡ് ആയാലും നമുക്കൊന്ന് ഇരുന്ന് വിശ്രമിക്കാനായിട്ട് പറ്റും.
നന്നായി അവർ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് പള്ളിക്ക് ചുറ്റുമായിട്ടുള്ള സറൗണ്ടിങ്സ് ആണേ. You find me in Facebook if you are interested. Trips and the detours in Georgia. Как olmazı? Facebook. If you like this, can you put like? Okay, sure. Yeah, sure. Thank you so much. ദീദി മത്ലബ. Let's go. ഈ ഡബിൾ ഡെക്കർ ബസ് നമുക്ക് ടിബ്ലിസി സിറ്റിയിൽ മെയിൻ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിച്ചു തരും കേട്ടോ. എന്താ എല്ലായിടത്തും ലൈറ്റ്സ് ഒക്കെ ഇട്ട് വരുന്നതേ ഉള്ളൂ. ബട്ട് നിർഭാഗ്യവശാൽ നമുക്കിവിടെ കൂടുതൽ സമയം നിൽക്കാൻ കഴിയില്ല. നമുക്ക് വീട്ടിൽ പോകേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം നൈറ്റ് ടൈം വരുവാണെങ്കിൽ എന്തായാലും ഷുവറായിട്ട് എന്തായാലും കാണിക്കുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ പോവുക. കാരണം നമ്മൾ വീട്ടിലേക്ക് പോകുവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.